അനീസ് അലി തുടരുന്നുണ്ട്. അനീസ, കടുവയ്ക്ക് വെടിയേറ്റു എന്നുള്ള സൂചനകളുണ്ട്, നമുക്കത് സ്ഥിരീകരിക്കാമോ? കടുവക്ക് വെടിയേറ്റിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിക്കാൻ ഈ ഘട്ടത്തിൽ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ പൂർണ്ണ സമയവും ലൈവിൽ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും വെടിയേറ്റു എന്ന വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ RRT സംഘത്തിന് പരിക്കേൽക്കുന്നത്. അത് ഇപ്പോൾ കേൾക്കുന്നത് ഈ കടുവക്കൊരു വെടിയേറ്റതിന് ശേഷം അത് ചാർജ് ചെയ്യപ്പെട്ടു. അടുത്ത തവണ അതിന്റെ പിറകെ അതിനെ കണ്ടെത്താൻ വേണ്ടി അതിന്റെ പിറകെ പോകേണ്ടതുണ്ട്. ഇതിനിടയിൽ ഓടുന്നതിനിടയിൽ വീണു മറ്റോ പരിക്കേൽക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഏതായാലും ശരി, നമുക്ക് അതിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു, വ്യക്തമായ വിവരങ്ങൾ വരേണ്ടിയിരിക്കുന്നു. അനീസ, കഴിയുന്നത്ര വേഗത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ച് വിവരങ്ങൾ എടുക്കുക. ഞാൻ വളരെ വേഗത്തിൽ തന്നെ അനീസിലേക്ക് മടങ്ങിയെത്താം. ഇന്ന് പുലർച്ചെയാണ് കടുവയുടെ ആക്രമണം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. RRT അംഗമായ ജയസൂര്യക്ക് നേരെയാണ് പുലർച്ചെ തിരച്ചിലിനിടെയാണ് ആക്രമണം ഉണ്ടായത്. കടുവയുടെ ആക്രമണം ഉണ്ടാവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് സാരമായ പരിക്കുണ്ട് എന്നും അറിയുന്നു. അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ തന്നെ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. RRT സ്റ്റാഫായ ജയസൂര്യക്കാണ് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ജയസൂര്യയെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ നടന്നുവരുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പുലർച്ചെ തിരച്ചിലിനിടെയാണ് കടുവയുടെ ആക്രമണം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. അത് രാധയെ കടിച്ചുകൊന്ന നരഭോജി കടുവ തന്നെയാണ് എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്തായാലും അധികം വൈകാതെ തന്നെ കടുവയെ കൂട്ടിലാക്കും അല്ലെങ്കിൽ പിടികൂടും എന്ന് നമുക്ക് കരുതാം. കടുവയ്ക്ക് വെടിയേറ്റു എന്നുള്ള ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ കൂടി വരേണ്ടിയിരിക്കുന്നു. അതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അധികം വൈകാതെ തന്നെ എന്താണ് സംഭവിച്ചത്, കടുവയ്ക്ക് വെടിയേറ്റോ അതോ വീണ്ടും കടുവ കാണാമറയത്ത് തന്നെയാണോ എന്നതിൽ ഒരു വ്യക്തത നമുക്ക് ലഭ്യമാകും. എന്തായാലും 2-3 ദിവസമായി കാണാമറയത്ത് തുടരുന്ന നരഭോജി കടുവയ്ക്കായി വനംവകുപ്പ് വല വിരിച്ചിട്ടുണ്ട്. അവിടെ പഞ്ചാരക്കൊല്ലിയിലും തറാട്ടടക്കമുള്ള ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് നരഭോജി കടുവയ്ക്കായി തിരച്ചിൽ നടത്തുന്നത്. മയക്ക് വെടിവെക്കാനുള്ള പ്രത്യേക സംഘമുണ്ട്, വെറ്റിനറി സർജൻമാർ അവിടെയുണ്ട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. കൂടുതൽ RRT സംഘത്തെ അവിടെ വയനാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 10 അംഗങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വനമേഖലയിൽ ജനവാസ മേഖലയോട് ചേർന്നുള്ള വനമേഖലകളിലും അതുപോലെ തന്നെ ഉൾവനത്തിലും അടക്കം കടുവയ്ക്കായി തെരച്ചിൽ നടത്തുന്നത്. പ്രത്യേക ഡ്രോൺ സൗകര്യങ്ങൾ, തെർമൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ കടുവയെ ലൊക്കേറ്റ് ചെയ്യാനായി അവിടെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ 2-3 ദിവസമായി തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും കടുവയെ പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ചില ക്യാമറകളിൽ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും നേരത്തെ ആക്രമണമുണ്ടായ രാധയെ കടിച്ചുകൊന്ന അതേയിടത്ത് പഞ്ചാരക്കൊല്ലിയിൽ തന്നെ വീണ്ടും കടുവ എത്തുകയായിരുന്നു. ഒരുപക്ഷെ സാധാരണ ഇര തേടിക്കഴിഞ്ഞാൽ പകുതി ഭക്ഷിച്ച് കടുവ പോകും, പിന്നീട് വീണ്ടും വിശക്കുമ്പോൾ അതേ ഇടത്ത് തന്നെ ബാക്കി ഭക്ഷിക്കാനായി കടുവ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഒരു ഭാഗമായി തന്നെയായിരിക്കണം വീണ്ടും അതേ ഇടത്ത് കടുവ എത്തിച്ചേർന്നത്. അതിനിടയിലാണ് കടുവയുടെ ആക്രമണം വീണ്ടും മനുഷ്യ ജീവന് നേരെ ഉണ്ടായിരിക്കുന്നത്. RRT അംഗത്തിന് നേരെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. അതിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒരാൾക്ക്. RRT അംഗമായ ജയസൂര്യക്കാണ് പരിക്കേറ്റത്. ഇപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് വനം മന്ത്രിയുടെ നേതൃത്വത്തിലടക്കം ഉന്നതതല യോഗവും അവിടെ ചേരുന്നുണ്ട്. സ്ഥിതിഗതികൾ പരിശോധിക്കാൻ കൂടി വേണ്ടിയാണ് യോഗം ചേരുന്നത്. അധികം വൈകാതെ തന്നെ കടുവ കൂട്ടിലാകും എന്ന് നമുക്ക് കരുതാം. വലിയ ഭീതിയിലും ആശങ്കയിലുമാണ് വയനാട്ടിലെ ജനങ്ങൾ കഴിയുന്നത്. തുടർച്ചയായി വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുന്നു. നിരവധി മനുഷ്യജീവനുകൾ ആ ആക്രമണത്തിൽ പൊലിയുകയും ചെയ്യുകയാണ്. മനുഷ്യജീവന് പോലും ഒട്ടും വിലയില്ലാത്ത ഒരു പരിഗണനയും ലഭിക്കാത്ത സ്ഥിതിയിലേക്ക്, സാഹചര്യത്തിലേക്ക്, ആ ആശങ്കയിലേക്ക് വയനാട്ടിലെ ജനങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. തുടർച്ചയായി പതിവാകുന്ന വന്യജീവി ആക്രമണങ്ങൾ പതിവാകുന്ന സാഹചര്യം. കാട്ടാനയോ കടുവയോ പുലിയോ കാട്ടുപോത്തോ ഒക്കെയായി ഓരോ വന്യജീവികളും കാടിറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. അനീസിൽ തുടരുന്നുണ്ട്. അനീസ്, എന്തായി വനംവകുപ്പിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ എന്താണ്? യെസ്, അനീസ് കേൾക്കാമോ? കേൾക്കാം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞോ? അവർ എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? തീർച്ചയായും RRT അംഗം ജയസൂര്യക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. കടുവ ഇദ്ദേഹത്തിന് നേരെ ചാടി വീണു. വെച്ച് അദ്ദേഹം കടുവയെ തടഞ്ഞു. അതിന്റെ പരിക്ക് നിലവിൽ ഗുരുതരമല്ല എന്ന ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ വലത് കൈഭാഗത്ത് പരിക്കുണ്ട്, അതേസമയം അത് ഗുരുതരമല്ല എന്ന തരത്തിൽ ആശ്വസിക്കാവുന്ന വിവരം,
മായി തന്നെ നമുക്ക് വനംവകുപ്പിൽ നിന്ന് ലഭ്യമായിരിക്കുന്നു. RRT അംഗം ജയസൂര്യക്ക് നേരെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ പതിയിരുന്നായിരുന്നു കടുവയുടെ ആക്രമണം ഉണ്ടായത്. ഒട്ടും വളരെ ജാഗ്രതയോടുകൂടി തന്നെ സംഘമായാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ അപ്രതീക്ഷിതമായി കടുവ ചാടി വീഴുകയായിരുന്നു. അതേ തുടർന്ന് ഇദ്ദേഹം കയ്യിലുണ്ടായിരുന്ന ഷീൽഡ് ഉപയോഗിച്ച് കടുവയെ പ്രതിരോധിച്ചു. അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി RRT അംഗം ജയസൂര്യയുടെ വലത് കൈഭാഗത്താണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. പോലീസർ പരിക്കല്ല, അദ്ദേഹത്തെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആശ്വസിക്കാവുന്ന വിവരമാണ് പുറത്തു വരുന്നത്. യെസ് അനീസ്, കടുവയ്ക്ക് വെടിയേറ്റതായി അവർ പറയുന്നുണ്ടോ? കടുവയ്ക്ക് വെടിയേറ്റതായി സ്ഥിരീകരിക്കാനാവുന്നില്ല. അവർ പറയുന്ന അത്തരം കാര്യങ്ങളിലേക്ക് വനംവകുപ്പ് ഇപ്പോഴും ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. അത് ആ പ്രദേശത്തുള്ള ആളുകളിൽ വിവരങ്ങൾ മാത്രമാണ്. ഇദ്ദേഹത്തിന്റെ പരിക്ക് എന്നതിലാണ് പൊതുവെ വനംവകുപ്പ് പ്രതികരണങ്ങൾ തരാൻ തയ്യാറാവുന്നത്. അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ല എന്നത് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കടുവയുടെ ഓപ്പറേഷൻ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നില്ല. അതേസമയം കടുവക്ക് വെടിയേറ്റിട്ടുണ്ട് എന്ന് പ്രാഥമികമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. യെസ്, ഇന്നിപ്പോൾ രാവിലെ കടുവയ്ക്കാല തെരച്ചിലിനിടെ തന്നെയല്ലേ ജയസൂര്യക്ക് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്? അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നോ? മറ്റംഗങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നോ? അദ്ദേഹം ഒരു കൂട്ടത്തിന് കൂടെയായിരുന്നു. ഒരിക്കലും ഒറ്റയ്ക്ക് RRT സംഘങ്ങൾ സഞ്ചരിക്കാറില്ല. കടുവ ഭീഷണി അല്ലെങ്കിൽ പുലി ഭീഷണി ഉള്ള സ്ഥലങ്ങളിൽ തിരച്ചിലിനിറങ്ങുമ്പോൾ അവർ ആവശ്യമായ മുൻകരുതലുകളൊക്കെ എടുക്കാറുണ്ട്. സാധാരണഗതിയിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അവർ തെരച്ചിലിന് ഇറങ്ങാറുള്ളത്. ആ ഘട്ടത്തിൽ അവർ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളെല്ലാം തന്നെ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് പുറത്തു പോകാതിരിക്കാൻ, തിരച്ചിലിനല്ലെങ്കിൽ പോലും ആ പ്രദേശത്ത് സഞ്ചരിക്കുമ്പോൾ ഒറ്റക്കാവാതിരിക്കാൻ അവർ ശ്രദ്ധിക്കാറുണ്ട്. തിരച്ചിലിന് പോകുമ്പോൾ പ്രത്യേകിച്ചും അവർ ഒരുമിച്ച് തന്നെയാണ് ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒറ്റക്കല്ല, ഒരു ആക്രമണമുണ്ടായപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് നിസ്സാര പരിക്കുകൾ കൊണ്ട് രക്ഷപ്പെടാനായതും മറ്റു ആളുകൾ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാകണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഷീൽഡ് വെച്ചുകൊണ്ട് കടുവയെ പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് ഒരുപക്ഷെ ഈ ആക്രമണത്തിൽ തന്നെ, അതായത് കടുവയെ നേരിടുമ്പോൾ തന്നെ മറ്റ് RRT സംഘങ്ങൾ വെടിവെച്ചിരിക്കണം, ആ വെടി കടുവയ്ക്ക് കൊണ്ടിരിക്കണം, അങ്ങനെ അനുമാനിക്കാം അല്ലേ അനീസ്? യെസ്, അനീസിന്റെ ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ അനീസിലേക്ക് മടങ്ങിയെത്താം. നരഭോജിക്കടുവയ്ക്ക് വെടിയേറ്റു എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അതിൽ ഒരു സ്ഥിരീകരണം വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടിയിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായത്. നരഭോജി കടുവയുടെ ആക്രമണം വീണ്ടും മനുഷ്യന് നേരെ ഉണ്ടായിരിക്കുകയാണ്. RRT അംഗത്തിനാണ് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. RRT അംഗമായ ജയസൂര്യക്കാണ് ഇന്ന് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കടുവയ്ക്കായുള്ള തെരച്ചിലിനിടെയാണ് അപ്രതീക്ഷിതമായി കടുവ ആക്രമിക്കുകയും, പക്ഷേ അദ്ദേഹത്തിന് ഗുരുതരമായ സാരമായ പരിക്കില്ല എന്നാണ് അനീസ ഏറ്റവും ഒടുവിൽ നൽകിയ വിവരം. അദ്ദേഹത്തിന്റെ കൈക്ക് പരിക്കേറ്റു, പക്ഷേ ഷീൽഡ് വെച്ചും മറ്റ് ഉപകരണങ്ങളൊക്കെ വെച്ച് കടുവയെ നേരിട്ടു എന്നാണ് വനംവകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് കരുതാം. പക്ഷേ കടുവ ഭീതിയിൽ തന്നെയാണ് പഞ്ചാരക്കൊല്ലി ഉള്ളത്. അവിടെ ഏത് നിമിഷം വേണമെങ്കിലും ജനങ്ങൾക്ക് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാഹചര്യം. ജനവാസ മേഖലയിൽ എവിടെയോ കടുവ പതുങ്ങിയിരിക്കുകയാണ്. കടുവ ഉൾവനത്തിലേക്ക് പോയിട്ടില്ല എന്നത് എന്തായാലും ഇതോടുകൂടി വ്യക്തമായിട്ടുണ്ട്. 10ഓളം അംഗങ്ങളായി ടീമായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ നടക്കുന്നത്. അനീസ് ചേരുന്നുണ്ട്. അനീസ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കടുവയുടെ ആക്രമണമുണ്ടായ അതേ സ്ഥലം കേന്ദ്രീകരിച്ച് തന്നെയാണോ ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്? തീർച്ചയായും ആ പ്രദേശത്തെല്ലാം നേരത്തെ തന്നെ വനംവകുപ്പ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച വാർഡുകളുണ്ട്. ആ പ്രദേശത്തെല്ലാം തന്നെ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ ആക്രമണം ഉണ്ടായി എന്ന് വന്നപ്പോൾ ആ പ്രദേശത്ത് കൂടുതൽ ഊർജിതമായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പരിക്കേറ്റ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. മക്കിമല, അതായത് വയനാട്, ഇപ്പോൾ ഈ ആക്രമണം നടന്ന സ്ഥലത്തിനോട് ചേർന്ന പ്രദേശം തന്നെയാണ് മക്കിമല. അവിടെയുള്ള RRT സേനാംഗമാണ് ജയസൂര്യ. അദ്ദേഹത്തിനാണ് ഇന്ന് പരിക്ക് പറ്റിയിട്ടുള്ളത്. ജയസൂര്യ ഇപ്പോൾ സുരക്ഷിതനാണ്, അദ്ദേഹത്തിന് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല എന്ന് അദ്ദേഹവുമായി നേരിട്ട് സംസാരിച്ച ഒരാൾ നമുക്ക് വിവരം തന്നിരിക്കുന്നു. അദ്ദേഹവുമായി ജയസൂര്യയോട് സംസാരിച്ചു. ജയസൂര്യ ഓക്കെ ആണ് എന്നാണ് പ്രതികരിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അത് ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്.